ഹലോ ഓൾ, അങ്ങനെ മൂവി റീലും ചെറിയ രീതിയിലൊരു വീഡിയോ റിവ്യൂയിലേക്ക് നീങ്ങുകയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന സിനിമ മോഹിനിയാട്ടമാണ്. അപ്പോൾ മോഹിനിയാട്ടം പലർക്കും അറിയായിരിക്കും. ഭരതനാട്യം അതിൻ്റെ സെക്കൻഡ് പാർട്ടാണ്. ബേസിക്കലി ഒരു കണ്ടിന്യൂവേഷൻ തന്നെയാണ്. അപ്പോൾ ഭരതനാട്യം ഇറങ്ങിയ സമയത്ത് അങ്ങനെ തിയേറ്ററിൽ വേണ്ടത്ര ഹിറ്റായില്ല, എന്നാലും ഇറ്റ് വാസ് നോട്ടീസ്ഡ്. പക്ഷേ OTTയിൽ ഇറങ്ങിയ പിന്നെയാണ് കൂടുതൽ ആൾക്കാർ കാണാനും അതിൻ്റെ ഹ്യൂമറും അതിൻ്റെ ട്രീറ്റ്മെൻറ്റും നല്ലൊരു രീതിയിൽ അത് എൻജോയ് ചെയ്യാൻ നല്ലൊരു ഫോളോയിങ് ഉണ്ടാവുകയും ചെയ്തു. അപ്പോൾ അതിൻ്റെ സെക്കൻഡ് പാർട്ട് ഒബ്വിയസ്ലി വരുമ്പോഴത്തേക്ക് എല്ലാവർക്കും അതിൻ്റേതായൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. ട്രെയിലറും വളരെ പ്രോമിസിങ് ആയിരുന്നു. അപ്പോൾ ഈ സിനിമയിലേക്ക് മെയിൻലി വന്ന രണ്ട് കാര്യങ്ങളാണ് മെയിൻലി അതുള്ളത്: ഗ്രേറ്റ് റൈറ്റിംഗ് ആൻഡ് ടോപ്പ് നോച്ച് പെർഫോമൻസസ്. അപ്പോൾ ഗ്രേറ്റ് റൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ ആ സിനിമ ആദ്യം തൊട്ട്, അതായത് വിത്തൗട്ട് മച്ച് ഡിലേ അവർ മെയിൻ പ്ലോട്ടിലോട്ട് കിടക്കുകയാണ്. അപ്പോൾ അതിന് ശേഷം ഓരോ ഇവൻറ്റ്സ് ആയിട്ട് ഇങ്ങനെ വന്ന് അവസാനം ആ സെക്കൻഡ് ഹാഫിലോട്ട് വരുമ്പോഴാണ് ഏറ്റവും അധികം ആ ഒരു ജോണർ ഷിഫ്റ്റ് കൂടെ ഉണ്ടാകുന്നത്. അങ്ങനെ വന്നിട്ട് ആ ഒരു മീറ്റർ പിടിച്ച് ശരിക്കും പറഞ്ഞാൽ ഒരു ഹ്യൂമർ ലിറ്ററലി എവറി സെക്കൻഡ് ഓർ തേർഡ് സീൻ ഒരു പൊട്ടിച്ചിരിക്കാനുള്ളൊരു ഡയലോഗ് അവർ തരുന്നതായിരിക്കും. അങ്ങനെയാണ് അത് എൻഡ് വരെ പോകുന്നത്. അങ്ങനെ എൻഡ് വരെ, അതായത് സ്റ്റാർട്ട് ടു എൻഡ് നല്ല രീതിയിൽ എഴുതിയിരിക്കുന്ന ഒരു പടമാണ്. അതിനകത്ത് ഒരുപാട് മൂവി റെഫറൻസസ് ഉണ്ട്, ഇഷ്ടം പോലെ കോമഡി ഉണ്ട്. അപ്പോൾ അങ്ങനെ ടോട്ടലി എൻജോയ് ചെയ്ത് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റുന്ന ഒരു പടമാണ്. ഇനിയിപ്പോൾ ഇങ്ങനെയൊക്കെ എഴുതി വെച്ചാലും അത് പെർഫോം ചെയ്യാനുള്ള ആൾക്കാരുടെ വേണമല്ലോ. അപ്പോൾ അതിലാണ് അവർക്ക് ഏറ്റവും കിടിലമായിട്ട് ഇത് ചെയ്യാൻ പറ്റിയിരിക്കുന്നതും. കാരണം ഇപ്പം ഭരതനാട്യത്തിലെ ഒറിജിനൽ കാസ്റ്റ് എന്ന് പറഞ്ഞാൽ അവരെല്ലാം നല്ലതായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ സ്പെഷ്യൽ മെൻഷൻ പറയേണ്ടത് കലാരഞ്ജിനി. പുള്ളിക്കാരിക്കാണ് നല്ല സ്കോപ്പുള്ള ഇഷ്ടംപോലെ സീൻസ് കിട്ടിയിട്ടുണ്ട്. അത് നല്ല കിടിലമായിട്ട് വന്നിട്ടുണ്ട്. നന്ദു പൊതുവാൾ നല്ലൊരു നല്ലൊരു റോള് കിട്ടിയിട്ടുണ്ട്. ഇതിൽ പുള്ളി നല്ലതായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അഭിരാം രാധാകൃഷ്ണൻ, കാരണം ഫസ്റ്റിലും പുള്ളി രസമായിരുന്നു, ഇതിലാണെങ്കിൽ ഒരു ലെവൽ അപ്പാണ് വന്നിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പുതിയ സ്റ്റാർ കാസ്റ്റ് എഡിഷൻ വന്നതിൽ സുരാജ് വളരെ രസമാണ്. കാരണം അത് പുള്ളി ചെയ്തിരിക്കുന്നതും ആ ചെറിയ രീതിയിൽ ആ ഒരു നെഗറ്റീവ് ഷെയ്ഡും ഇതെല്ലാം പിടിച്ചിരിക്കുന്നതൊക്കെ വളരെ നന്നായിട്ട് വന്നിട്ടുണ്ട്. വിനയ് ഫോർട്ട്, പുള്ളി അവസാനത്തെ ഒരു കുറച്ച് നേരമേ ഉള്ളൂ, പക്ഷേ ഉള്ള നേരം അൾട്ടിമേറ്റ്ലി എൻ്റർടൈനിങ് ആണ്. ആൻഡ് ദെൻ ദ സ്റ്റാർ ഓഫ് ദ ഷോ ബേബി ജീൻ. കാരണം പുള്ളിയാണ് ഈ സിനിമയിലെ താരം എന്ന് തന്നെ വിത്തൗട്ട് ഡൗട്ട് പറയാം. കാരണം പുള്ളി വരുമ്പോഴത്തെ ആ സൗണ്ടും ആ മോഡുലേഷനും കോമിക് ടൈമിങ്ങും അങ്ങനെ എല്ലാം കൂടെ നല്ല കിടിലമായിട്ട് എടുത്തു വന്നിരിക്കുകയാണ്. സോ ബേസിക്കലി മോഹിനിയാട്ടം നോക്കുന്നത് ഇറ്റ്സ് ബേസിക്കലി എ ഡാർക്ക് ഹ്യൂമർ അങ്ങനെ ഇഷ്ടമുള്ളവർക്ക് ദിസ് ഫിലിം ഈസ് ഡെഫിനറ്റ്ലി ഗോയിങ് ടു ബി എ ഫീസ്റ്റ്. സോ ഡയറക്ടർ കൃഷ്ണദാസ് മുരളി ആൻഡ് ടീം വളരെ കിടിലമായിട്ടൊരു പടമായിട്ടാണ് വന്നിരിക്കുന്നത്, വിച്ച് വിൽ പ്രോബബ്ലി ബി വൺ ഓഫ് ദ ബെസ്റ്റ് ഫിലിംസ് ഓഫ് ദി ഇയർ. സോ കൺഗ്രാറ്റ്സ്. സോ എല്ലാവരും പോയി കാണുക, ഗോ ആൻഡ് എൻജോയ്. So till we are back with the next vlog,